ലംബോർഗിനി വാങ്ങിയില്ല, സ്വന്തമായി ഉണ്ടാക്കി. ആഗ്രഹം സഫലീകരിച്ച് കണ്ണൂർ മാവിലായി സ്വദേശി സരിൻ. ലോകപ്രശസ്ത ഇറ്റാലിയൻ ആഡംബര സ്പോർട്സ് കാറാണ് ഏറെ നാളത്തെ പ്രയത്നത്തിനൊടുവിൽ സരിൻ നിർമ്മിച്ചെടുത്തത്. ഒറിജിനലിനെ വെല്ലുന്ന ലംബോർഗിനിയാണ് ഇപ്പോൾ നാട്ടിലെ താരം. കാണാം ഞങ്ങളുടെ പ്രതിനിധി ജോസഫ് അഗസ്റ്റിൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഞാനിപ്പോഴുള്ളത് കണ്ണൂർ മാവിലായിലാണ്. ഇവിടെ ഒരു ലംബോർഗിനി കാറും അതിൻ്റെ സൃഷ്ടാവായിട്ടുള്ള സരിനെയും പരിചയപ്പെടാനാണ് എത്തിയിട്ടുള്ളത്. സരിന്, എങ്ങനെയാണ് ഈ ലംബോർഗിനി കാറിലേക്ക് എത്തുന്നത്? ഇത് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. പൊതുവേ ഞാൻ ഈ ചെറിയ ചെറിയ മിനിയേച്ചേഴ്സ് ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ വലിയ വലിയ വാഹനങ്ങളാക്കി ഈ ഒരു വയസ്സാകുമ്പോഴേക്കിൽ, ഇപ്പം എൻ്റെ വയസ്സ് പറഞ്ഞാൽ 29 ഞാനൊരു 12 വയസ്സ് മുതലേ ഈ ചെറിയ ചെറിയ കാറുകളും ബസ്സാണ് മെയിനായിട്ട് അതുണ്ടാക്കി അങ്ങനെ ഈ ഒരു ഏജ് ആകുമ്പോഴേക്കിൽ ഫണ്ടും കാര്യങ്ങളൊക്കെ സെറ്റായതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം മേടിച്ചെടുത്തു. നിരവധി കാറുകളുണ്ടല്ലോ, ഇപ്പോൾ ബെൻസ് ഉണ്ട്, റോൾസ് റോയ്സ് ഉണ്ട്. ഈ ലംബോർഗിനി കാറുകളോടുള്ള ഒരു പ്രേമം എങ്ങനെയാണ്? അത് പൊതുവേ നമുക്ക് വോയിസിനുള്ളതാണ്. ഈ സ്പോർട്സ് കാറിനോടും ഇതുപോലത്തെ മോഡൽസ് കാറിനോടും ഭയങ്കര അട്രാക്ഷനും എന്താ പറയുക, ഇഷ്ടവും കൂടുതലാണ് ഈ ഇങ്ങനെ ഒരു മോഡൽ കാറിനോട്. അതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ തന്നെ ഒരു മോഡൽ തിരഞ്ഞെടുക്കാൻ കാരണം. ഈ ഏകദേശം എത്ര നാളത്തെ ഒരു കഷ്ടപ്പാടാണ് ഇത്തരത്തിലൊരു നിർമ്മിതിയിലേക്ക് എത്തിച്ചേരാൻ? ഇപ്പം കറക്റ്റ് 1 year. അത് ഫുൾ ടൈം ഇതിൻ്റെ അകത്ത് തന്നെ സ്പെൻഡ് ചെയ്തിട്ട് മേക്ക് ചെയ്തതല്ല. ഞാൻ അതിൻ്റെ ശരിക്കുള്ള ജോബ് എന്ന് പറയുന്നത് ടാറ്റു സ്റ്റുഡിയോയിൽ ടാറ്റു ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. സ്വന്തം സ്റ്റുഡിയോ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ബാക്കി ടൈമിലാണ് ഇത് വന്നിട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് ആക്കി. ഏകദേശം എത്ര രൂപയോളം ഇതിന് ചിലവായിട്ടുണ്ട്? അപ്പോൾ നിലവിൽ 3.5 സംതിങ് നിലവിൽ ചിലവായിട്ടുണ്ട്. കറക്റ്റ് എനിക്ക് അറിയത്തില്ല, എന്നാലും ഏകദേശം 3.5 സംതിങ് ആയിട്ടുണ്ട്. ഈ ബാക്കപ്പ് സപ്പോർട്ടാരാണ്? ഫാമിലിയുടെ സപ്പോർട്ടുണ്ടോ? അത് ഈ ഇത്രയും വലിയൊരു തുക ഇതിനു വേണ്ടി ചിലവഴിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അല്ല, അത് തുകേൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ സ്റ്റുഡിയോ നടത്തുന്ന അവിടെ നിന്ന് കിട്ടുന്ന ഫണ്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. മുഴുവനായിട്ടല്ലെങ്കിലും എൻ്റെ സേവിങ്സ് കഴിഞ്ഞിട്ടുള്ള ബാക്കി തുക ഞാൻ ഇതിൻ്റെ അകത്തേക്ക്. നമ്മുടെ ഈ വാഹനത്തിന്റെ കുറച്ച് പ്രത്യേകതകൾ കൂടി ഉണ്ടല്ലോ. എന്താണ് ഈ വാഹനത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്? നമ്മൾ ഈ ഒരു പോർഷൻ വരെ ഇതിന് ഹൈറ്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ളവരല്ലാണ്ട് കുറച്ചുകൂടി മുതിർന്ന, കുറച്ചുകൂടി മണ്ണോ തടിയുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ അകത്ത് കയറാനും ഇറങ്ങാനും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. പൊതുവേ ഈ വണ്ടിയിലെ ഡിസൈൻ അങ്ങനെ തന്നെയാണ്. പിന്നെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്ന എൻജിന് നാനോൻ്റെതാണ്. അതാണ് എല്ലാവർക്കും ഒരു കൗതുകം. നാനോൻ്റെ എഞ്ചിൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം മേക്ക് ചെയ്തെടുത്തുന്നുള്ളത് എല്ലാവർക്കും ഒരു കൗതുകം. അത് നാനോൻ്റെ എഞ്ചിനും ഇതും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ എങ്ങനെയാണ് കൃത്യമായിട്ട് എടുത്തത്? ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഓട്ടോമൊബൈൽസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുമായിട്ട് ബേസ് ചെയ്തിട്ട് ഞാനൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യണം, എന്ത് വെച്ച് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ പണ്ട് മുതലേ ഉള്ളത് കൊണ്ട് അച്ഛൻ്റെ കാലത്തും അച്ചാച്ചൻ്റെ കാലത്തൊക്കെ പണ്ട് മുതലേ ഇവർക്ക് തന്നെയാണ് പണി. അവരാരും അറിയപ്പെട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അവരത് കണ്ട് നമ്മളും അങ്ങനെ അവരെ പാത പിന്തുടർന്നിട്ട് ഞാൻ മാത്രം ഇങ്ങനെ ഒരു സാധനം മേക്ക് ചെയ്തെടുത്ത് അത് അത്യാവശ്യം ആൾക്കാർ പറഞ്ഞ് ഇപ്പം എന്താ പറയുക, എല്ലാവരും അറിയുന്നൊരു വാഹനമായിട്ട് മാറിയിട്ടുണ്ട്. ഈ ആളുകൾ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് ഈ വാഹനത്തിന്റെ അടുത്തോട്ടൊക്കെ വരുന്നുണ്ട്. ഏറെ സന്തോഷമുണ്ട് ഇത്. എല്ലാവരും എന്താ പറയുക, നമ്മൾ വിചാരിക്കാത്ത, നമ്മളെ നാട്ടിൻ പുറത്തല്ലാണ്ട് പുറത്തുനിന്ന് ആൾക്കാർക്ക് വന്നിട്ട് ഫോട്ടോ എടുക്കുക, എങ്ങനെ ചെയ്ത്, ഇതെന്ത് വെച്ച് ചെയ്ത്, നമുക്ക് ചെയ്തു തരുമോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് ഇതിന്. ലംബോർഗിനി ഒരു ഡ്രീം വാഹനമായിരുന്നു. അപ്പോൾ ആ ആഗ്രഹം സാധിച്ചു. ഇനി എന്താണ് അടുത്ത ആഗ്രഹം? ഇനി എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ പണി കഴിഞ്ഞിട്ട്. ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഈ ജനുവരി കഴിഞ്ഞ് February 1 ഇതിന് ലോഞ്ച് ചെയ്തത്. അതിനേക്കാളും മുമ്പേ January 1 ഞാനിത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി നിന്നിരുന്നതാണ്. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇത് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്ന സമയത്ത് ഇത് എന്തിട്ടൊന്നും മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഇത് അങ്ങനെ സംഭവിക്കുന്നത്. കാരണം ഇത്രയും പണി ഞാൻ തന്നെ എടുത്തതുകൊണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇത് അങ്ങനെ ആവാതെ എന്നുള്ള എനിക്ക് തന്നെ കണ്ടുപിടിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ വേറൊരു വാഹനം സ്ക്രാപ്പിൽ നിന്ന് തന്നെ സെയിം നാനോ എടുത്തിട്ട് അവിടെ വീട്ടിലിട്ടിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഓരോ പാർട്സ് കഴിച്ച് മാറ്റി അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഒരു വാഹനം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് അടുത്ത് വേറെ ഏതോ വാഹനം നിർമ്മിക്കേണ്ട പ്ലാൻ ഉണ്ട് ഇവ. അപ്പോൾ ഞാനിങ്ങനെ ആക്കി പറയാം അടുത്തത് ബുഗാട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ജസ്റ്റ് ജോക്കായിട്ട് പറയലുണ്ട്. പക്ഷേ നിലവിൽ ഞാനൊന്നും ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്കുള്ളൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ വാഹനം നിരത്തിലിറക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം അധികാരികളോട് എന്തെങ്കിലും ആവശ്യപ്പെടാനുണ്ടോ? ഒരു വാഹനപ്രേമി എന്ന നിലയിൽ ഒരു അപേക്ഷയായിട്ടെങ്കിലും കൊടുക്കാനുണ്ട്? അപേക്ഷ എന്ന് പറയാൻ എല്ലാവരും പറയും നീ എന്തെന്നാടാ കളിക്കുന്നു വേഗം പറയടാന്ന്. പക്ഷെ എനിക്കങ്ങനെ പറയാൻ അവർക്ക് അവരുടേതായ നിയമങ്ങളും
അത് അവരുടേതായ ഇത് അവർക്ക് ഇതാക്കി ചെയ്തേ പറ്റും. അപ്പോൾ അതിനിടയിൽ നമ്മളങ്ങനെ ഒരു ഇത് എനിക്കങ്ങനെ ഇല്ല. എന്തായാലും വളരെ നാളത്തെ കഷ്ടപ്പാടിനൊടുവിലാണ് ഈ സരിൻ ഈ വാഹനം നിർമ്മിച്ചെടുത്തത്. എനിക്കും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഇത്തരത്തിലുള്ള വലിയ കാറുകളിലൊക്കെ കയറണം എന്നുള്ളത്. അതും ആഗ്രഹം സാധിച്ചു. അതിലേറെ സന്തോഷമുണ്ട്. എന്തായാലും വലിയ നിർമ്മിതികളുമായി ഇനിയും സരിനെ കണ്ടുമുട്ടാൻ സാധിക്കട്ടെ. ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ.